ഏട്ടാ ഇത് റിവ്യൂ ചെയ്യണ്ടേ? എന്താ സംഭവം? ട്രൈപോഡ്. അതെ. ഓ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് വന്നിട്ട് റിയൽമി സെൽഫി ട്രൈപോഡാണ്. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 1300 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂവും പിന്നെ ഒരു അൺബോക്സിങ് വീഡിയോയിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇതാണ് ആ സാധനം. ആക്ച്വലി ഇത് വന്നിട്ട് ഭയങ്കര കോമ്പാക്ട് സൈസാണ്. ഇതിൻ്റെ രണ്ട് സൈഡ് റിയൽമിൻ്റെ ഈ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ട് ബ്ലൂടൂത്ത് 5.1 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെപ്പറേറ്റ് ബ്ലൂടൂത്ത് റിമോട്ട് ഉണ്ട്. ഒരു ട്രൈപോഡും ഉണ്ട് ഇതിൽ. പിന്നെ 360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റബിൾ ലെങ്ത്ത് 60 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അത് ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്കിപ്പോൾ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയുണ്ടെന്നില്ല നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടത്. ആകെ കൂടെ ഇതിലുള്ളത് ഒരു യൂസർ മാനുവലുണ്ട്. പിന്നെ ഈ ഓൺലി ബ്ലാക്ക് വേരിയൻറ്റിലാണ് ഈ ഒരു ട്രൈപോഡ് വന്നിരിക്കുന്നത്. ഈ ഒരു രണ്ട് സാധനം മാത്രമേ ഈ ബോക്സിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ നമ്മളിതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ ഭയങ്കര സോളിഡ് ആയിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി തന്നെ കൊടുത്തിരിക്കുന്നത്. അലൂമിനിയം അലോയ് പറഞ്ഞിട്ടുള്ള ഇതിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം. നല്ല ലൈറ്റ് വെയിറ്റും ആയിട്ടുണ്ട്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല ഗ്രിപ്പും ഭയങ്കര ലൈറ്റ് ആയിട്ടുണ്ട് സാധനം. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരു റബ്ബർ ഗ്രിപ്പാണ്. അത് നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. നമുക്കിങ്ങനെ പിടിക്കാനൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് 360 ഡിഗ്രിയിൽ നമുക്ക് തിരിക്കാം. അപ്പോൾ ഫോൺ നമുക്ക് വെച്ചാലും ഇങ്ങനെ 360 ഡിഗ്രിയിൽ ഇങ്ങനെ തിരിപ്പിച്ച് നമുക്ക് ആക്കാൻ പറ്റും. ഇതും നമുക്ക് തിരിക്കാം. റൊട്ടേറ്റും സൂപ്പറായി ചെയ്യാൻ പറ്റും. എന്താ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 360 നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് 5.1 ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ബട്ടൺ കുറച്ചൊരു 2 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ അവിടെ ലൈറ്റ് വരും. അങ്ങനെയൊക്കെയാണ് നമുക്ക് നേരെ ഫോണിലൊന്ന് ബ്ലൂടൂത്തിൽ പോയിട്ട് കണക്ട് ചെയ്യേണ്ടതേ ഉള്ളൂ. പിന്നെ ഈ സാധനം കൊണ്ട് നമുക്കൊന്ന് ഓപ്പണും ചെയ്യാൻ പറ്റും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇത് വന്നിട്ട് നമുക്ക് റിമോട്ടായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഇതെങ്ങനെ ആക്കി ഓപ്പൺ ചെയ്യാം. ഇതാ ബാറ്ററി ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മളിപ്പോൾ ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഫോണിൽ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ കണക്ട് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇതൊന്ന് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലൂടൂത്തിലോട്ട് പോകാം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിതവിടെ RM സെൽഫി ട്രൈപോഡ് കൊണ്ട് കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ കണക്റ്റിംഗ് ചെയ്ത് പെയർ കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം കണക്റ്റ് ആവാൻ ടൈം എടുക്കാം. അപ്പോൾ ഇത് കണക്റ്റഡ് എന്ന് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നേരെ ക്യാമറയിലോട്ട് പോവാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ക്യാമറ വെച്ചിട്ടുണ്ട്, ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിന് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ക്യാമറ ആവുന്നുണ്ട്, കണ്ടോ? ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് നമുക്ക് ലോങ് ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ ഈ റിമോട്ട് നമുക്ക് നല്ല ഉപകാരപ്പെടും. ഇത് പിന്നെ നമുക്ക് 60 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. അങ്ങനെ വലിച്ചതിന് ശേഷം നമുക്കിത് ട്രൈപോഡ് പോലെയും യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഇതവിടെ അങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അങ്ങനെ വെച്ചാൽ മതി. ഇത് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുകയും ചെയ്യാം. അങ്ങനെ തിരിപ്പിച്ചാൽ മതി. നമുക്ക് ഫോൺ ഇവിടെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇതങ്ങനെ കുറച്ച് ടൈറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യണമെങ്കിൽ വ്ളോഗ് ചെയ്യാം. അങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റും. നല്ല സ്റ്റേബിളുമാണ്, അങ്ങനെ വീഴൊന്നുമില്ല. പിന്നെ ഈ ട്രൈപോഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇത് ബിഹൈൻഡ് ദ സീൻ വീഡിയോസ് എടുക്കാനും പിന്നെ നമുക്ക് വല്ല എലോണായിട്ട് എന്തെങ്കിലും ടീച്ചിങ്ങോ അങ്ങനത്തെ യൂട്യൂബ് വീഡിയോസ് അങ്ങനെ എന്തെടുക്കാനും ഇത് ഉപകാരപ്പെടും. ഇതിങ്ങനെ നമുക്ക് അഡ്ജസ്റ്റും ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ എങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഈ സാധനം നമ്മളൊന്ന് എടുക്കുക, ഈ റിമോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പം എൻ്റെ വീഡിയോയിൽ കാണുന്നുണ്ടാവും സംഭവം. ഈ റിമോട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഇനി ഞാനിപ്പോൾ ഒറ്റയ്ക്ക് തന്നെ എങ്ങനെ വീഡിയോ എടുക്കാൻ കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളിത് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി.
അപ്പോൾ അവിടെ വീഡിയോ റണ്ണാവാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനിയപ്പോൾ നമുക്കിനി യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ ടീച്ചിങ്ങോ എന്ത് കുക്കിംഗ് എന്ത് വേണമെങ്കിലും നമുക്കിപ്പോൾ എല്ലാമായിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് അതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓഫ് ആയിട്ടുണ്ടാവും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന വീഡിയോ വന്നിട്ട് ഈ ട്രൈപോഡിൽ നിന്ന് എടുക്കുകയാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം വൈഡും കിട്ടുന്നുണ്ട്, പിന്നെ കുറച്ച് നല്ല രീതിക്ക് സ്റ്റെബിലൈസേഷനും ഉണ്ട്. കാരണം നമ്മൾ ഈ ട്രൈപോഡിൽ ഇപ്പോൾ ഇത് നമുക്കിനി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് ഹൈറ്റ് പൊക്കിയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല വൈഡും കിട്ടും. ഞാനിപ്പോൾ ഹൈറ്റ് 60 സെൻറ്റിമീറ്ററിൽ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനത്തെ ഷോർട്സൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നന്നായി കമ്മിയാക്കി, ഇതാണ് ഇപ്പോൾ ലോ ആക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പിടിക്കാനും നല്ല എളുപ്പമായിരിക്കാം, സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ വാക്കിങ് നമുക്ക് നല്ല സ്റ്റേബിളായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ട്രൈപോഡിൽ നമ്മളിനി വാക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് എത്ര സ്റ്റെബിലൈസേഷനും വൈഡൊക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അത്യാവശ്യം കുറച്ച് സ്പീഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വ്ളോഗിങ് എടുക്കാനും ഇത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റിയൽമി സെൽഫി ട്രൈപോഡിൻ്റെ ഒരു അൺബോക്സിങ്ങും റിവ്യൂയും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.